കേരളത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നത്, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരേ ഒരു സാധനം ആടാണ്. ഓക്കെ. ബാക്കി ഫുള്ള് ഇപ്പം മീറ്റ് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലാം വെളിയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുവാണ്. ഓക്കെ. ആടുവളത്തില് 21 കൊല്ലം കഴിഞ്ഞു. 21 വർഷമായിട്ട് നമ്മുടെ വീട്ടിൽ ആടുകളുണ്ട്. ഓക്കെ. ഈ ഒരു ഷെഡ് പണിയിട്ട് എത്ര ആളായി? ഇത് ഏകദേശം 12 കൊല്ലത്തോളം. അത്രേ ആയിട്ടുള്ളൂ. ആ സമയത്തൊക്കെ മലബാറി ആടുകളാണ്. ഓക്കെ. പിന്നീട് ഇപ്പോൾ ഉള്ള ഏതൊക്കെ ബ്രീഡിൽപ്പെട്ട ആളാണ്? ഹൈദരാബാദി ഉണ്ട്, വീട്ടിലുണ്ട്, പർബത്സാരി ഉണ്ട്. ഓക്കെ. പിന്നെ ജമുനാപാരി ക്രോസ് ഉണ്ട്, ജമുനാപാരി ഉണ്ട്, ബാർബാറി ഉണ്ട്. ഓക്കെ. ഇപ്പം നിലവിൽ അന്യസംസ്ഥാന ആടുകളാണ്. അന്യസംസ്ഥാന ആടുകൾ. ഈ മലബാറി വിട്ടിട്ട് ഈ അന്യസംസ്ഥാന ആടുകളിലോട്ട് ആ ഒരു മാറ്റം എന്ത്? മലബാറി നമ്മളിപ്പം മലബാറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗ്രോത്ത് കുറവാണ്. ഓക്കെ. ഗ്രോത്ത് കുറവാണ്. മലബാറി നമ്മളൊരു 4 മാസം 5 മാസം ഒരു കുട്ടി വളർത്തിയെടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത് 3000 രൂപയായിരിക്കും. ഓക്കെ. ആ സമയത്ത് ഇവര് ഒരു 3 മാസം കൊണ്ട് 8,000 9,000 രൂപ അത്ര ഒരു വ്യത്യാസം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഒരേ രീതിയിൽ കൂടുതലാണ്. ഓക്കെ. നമുക്ക് കാലാവസ്ഥയുമായിട്ട് സെറ്റ് ആവുന്നതിന് പ്രശ്നമില്ല. പൊതുവെ ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് നമുക്ക് 2020-19 സമയത്തൊക്കെ ആട് ഫാം ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒത്തിരി ആട് കർഷകർ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യമൊക്കെ എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം ആ സമയത്ത് പറഞ്ഞാൽ ഇടനിലക്കാരുടെ ചൂഷണം കൊണ്ട് നിർത്തുന്നത്. ഓക്കെ. അതായത് ആടിന് വിലയില്ല, തീരെ വിലയില്ല, ആടാർക്കും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കർഷകരെ വഞ്ചിച്ച് ഇടനിലക്കാരെ വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ആടുകൾ. അങ്ങനെയാണ് നിന്നുപോയത്. ഇപ്പം വീണ്ടും ഒരു ആടിന് ആവശ്യക്കാർ ഒരുപാട് വന്നു തുടങ്ങി. വീണ്ടും ഇപ്പൊ ആടില്ലാതായിട്ട് ഇപ്പൊ പലരും ആടിനെ വളർത്താൻ തുടങ്ങി. ആടിന് ഭയങ്കര വില. ആടിറച്ചിക്കാലം എനിക്ക് തോന്നുന്നു 1000 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. ഓക്കെ. ഇവിടുത്തെ ബ്രോയുടെ രീതി എങ്ങനെയാണ്? ഇപ്പം ആട്ടിൻ കുട്ടികളിൽ നിന്നുള്ള വരുമാനമായിരുന്നു അതോ നമ്മുടെ ഇറച്ചി ആടുകൾ എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങള്? നമ്മളിവിടെ മെയിൻ കുട്ടികൾ തന്നെ. ഓക്കെ. നമ്മുടെ ആട്ടിൻ കുട്ടികളെ കൊടുത്താണ് ഇവിടുത്തെ വരുമാനം. ഓക്കെ. അതുപോലെ തന്നെ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഒത്തിരി ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ? ആ സമയത്തൊക്കെ ബൾക്കായിട്ട് കൊടുക്കും. അന്യ സംസ്ഥാനത്ത് നിന്ന് ലോഡ് കണക്കിന് നമ്മൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഇവിടത്തേക്കാളും വിലയായി നോർത്തിന്. ആണല്ലേ? ഓ ശരി. നോർത്തിന് ഇപ്പൊ എടുത്ത് നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ. ഓക്കെ. ഇപ്പൊ അന്ന് നമുക്കിപ്പോ എത്ര നിലവിൽ ആടുണ്ട്? ഇപ്പൊ നിലവിൽ 25 ഇതിനകത്തുനിന്ന് ഒരു വരുമാനം എങ്ങനെ കിട്ടുന്നത്? ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മുടെ വരുമാനം വരുന്ന ക്രോസിംഗ് ആണ്. ഓക്കെ. നമ്മൾ ക്രോസിംഗിന് വേണ്ടി നമ്മൾ ഓക്കെ നമ്മൾ ഇത് ഹൈദരാബാദിയാണ്. ഹൈദരാബാദിന് എത്ര വയസ്സുണ്ട് അവന്? 1.5 വയസ്സ്. അപ്പൊ അവൻ ക്രോസിംഗ് ആണ് വരുമാനം. ഓക്കെ. അതെങ്ങനെ ആഴ്ചയിൽ ഒരു 2-3 വെച്ച് കാണോ? അത് നമുക്ക് ഇപ്പോൾ നിലവിൽ കുറവാണ്. മാസം നമുക്കൊരു 12-15 അതിനകത്തെ ക്രോസിംഗ് വരാം. ക്രോസിംഗ് ചാർജ് എത്ര വരുന്നുണ്ട്? 500 രൂപ വരുന്നുള്ളൂ. ഇവിടെ കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് ഇതിന്റെ തീറ്റ ചെലവും മറ്റുള്ള മെയിൻ്റെനൻസ് കോസ്റ്റുകളെല്ലാം ഇതാവുന്നുണ്ട്. ഇവന്റെ ക്രോസിംഗ് കൊണ്ടാണ് ബാക്കി 15 ബാക്കിയുള്ള തീറ്റയുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും. ഓക്കെ. പിന്നെ നമ്മൾ വർഷത്തില് കുറച്ച് കുട്ടികൾ കൊടുക്കണം. ഓക്കെ. 40 കുട്ടികൾ 50 കുട്ടികളെ കൊടുക്കണം. അത് നമ്മുടെ ഒരു സേവിംഗ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇവരുടെ തീറ്റയും കാര്യങ്ങളൊക്കെ എന്താണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്? തീറ്റപ്പുല്ല്, കച്ചി കഴിക്കും, വൈക്കോല് കഴിക്കും. ഓക്കെ. അതുപോലെ വാഴയില എന്ത് കൊടുത്താലും കൂട്ടിലിട്ട് വളർത്താൻ സ്റ്റേബിളൈസേഷൻ വേണ്ട എന്ത് കൊടുത്താലും. ഓക്കെ. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു അഴിച്ചുകെട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പരിപാടി ഒന്നും തന്നെ ഇല്ല. കുട്ടികളെ ഒരു 3 മാസം ആകുമ്പോൾ കൊടുക്കുകയും ചെയ്യും. 3 മാസത്തിലല്ല കൊടുക്കുക, 5 മാസം അതിന് ശേഷമേ കൊടുക്കത്തുള്ളൂ. ഓക്കെ. ഓക്കെ. ഇപ്പൊ സാധാരണ എല്ലാവരും പറഞ്ഞാൽ മിനിമം 3 മാസം പാൽ കുടിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കത്തുള്ളൂ. മിനിമം 3 മാസത്തില് ഒരു 5 മാസമൊക്കെ ആയാലും ഒരു കൊണ്ടുപോകുന്നവർക്കും നല്ലൊരു 3 മാസമല്ലേ 4 മാസമെങ്കിലും പാല്. ഓക്കെ. നമുക്ക് തൂക്കത്തിനാണോ അതോ മതിപ്പ് പോലെയാണോ ഇവിടുത്തെ? മതിപ്പ് പോലെയാണ്. കൊടുക്കുന്ന സമയം ഉണ്ടായിരുന്നു, മതിപ്പ് പോലേക്ക് കൊടുക്കുന്നത് നമ്മൾ മതിപ്പ് പോലെയാണ്. ഓക്കെ. ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കർഷകൻ ഈ ഒരു ആട് വളർത്തൽ രംഗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ വിജയിക്കാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ആടില്ല. ഓക്കെ. നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നത്, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരേ ഒരു സാധനം ആടാണ്. ഓക്കെ. ബാക്കി ഫുള്ള് ഇപ്പം മീറ്റ് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലാം വെളിയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുവാണ്. ഓക്കെ. ആടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നല്ലേ? അപ്പൊ ആടിന് അത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ശരിക്കും കുട്ടികളെ കൊടുത്തില്ല പോലും ഇറച്ചി കൊടുത്താലും ആട് വളർത്തൽ ലാഭമാണ്. മുട്ടനാടിനെ മാത്രം വളർത്തി നമുക്ക് മുട്ടനാടിനെ മാത്രം വളർത്താം. പക്ഷെ അവിടെ ഞാൻ പശുവിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ തീറ്റ ചെലവ് ചുരുക്കി വളർത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആട് വളർത്തൽ ലാഭമാണ്. ഓക്കെ.